എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കാലാനുസൃതമായ മാറ്റമുണ്ടാകണം, പുരോഗതി ഉണ്ടാകണം. JCBയുടെയും യന്ത്രങ്ങളുടെയും വരവോടുകൂടി അത് രാജ്യത്ത് മാൻ പവർ കുറച്ച് യന്ത്രസഹായത്താൽ പല കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടമായത് വേറെ കാര്യം. മലകളൊക്കെ ഇടിച്ച് നിരത്തപ്പെട്ടു, നിലങ്ങളെല്ലാം നികത്തപ്പെട്ടു, ഭൂമാഫിയ ഉടലെടുത്തു, മണ്ണ് മാഫിയ ഉടലെടുത്തു. അതുകൊണ്ട് ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായി. ഈ രാജ്യത്ത് ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഒരവസ്ഥയിലോട്ട് നീരൊഴുക്കുകളെല്ലാം തടസ്സപ്പെട്ടു. ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളവാകും. യന്ത്രങ്ങളുടെ വരവ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും വന്നു, നമ്മുടെ രാജ്യത്തും വന്നു. നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിൽ, ഗുജറാത്ത് പോലുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ ഈ ബുൾഡോസർ രാജ് നടപ്പാക്കിയതും മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വീട് ഇടിച്ച് നിരത്തുകയും പള്ളികൾ ഇടിച്ച് നിരത്തുകയും ചെയ്യുന്നത് ബുൾഡോസർ കൊണ്ടാണ്. ബുൾഡോസർ രാജെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ യന്ത്രങ്ങളുടെ വരവോടുകൂടി ഒരു ഭാഗത്തിന് നേട്ടമുണ്ടായി, ഒരു ഭാഗത്തിന് കോട്ടമുണ്ടായി. ഒരുപാട് ജോലി എളുപ്പമായി. പല ഭാഗങ്ങളിലും ഇപ്പം ഗുജറാത്തിലല്ല, നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പം JCBയുടെ സഹായമില്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ശിരൂർ, ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പം ഈ വലിയ യന്ത്രങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ റോഡ് പണികളായാലും ഹൈവേയുടെ പണികളായാലും എല്ലാം മുമ്പോട്ട് പോകും. ഒരു കണക്കിന് ഇത് നേട്ടമാണ്, പക്ഷെ ഒരു കണക്കിന് ഇതുപോലെ കോട്ടവുമുണ്ട്. അത് ആളുകളെ ദുർവിനിയോഗം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും കൃഷികളൊക്കെ നശിച്ചതും. ഇപ്പോൾ കൃഷികളൊന്നും എവിടെയുമില്ല. കൃഷികൾ നടത്താൻ ഉള്ള സ്ഥലങ്ങളൊക്കെ നികത്തി വീടുകൾ വന്നു. ഭൂമിയുടെ വ്യാപാരം, രജിസ്ട്രേഷനിലെ ചില പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. അതായത് സർക്കാർ ഒരു സ്ഥലത്തിന് വില നിശ്ചയിച്ച് പ്രമാണം നടത്താൻ ചെല്ലുമ്പോൾ ആ വിലയുടെ പത്രവും കാര്യങ്ങളും വാങ്ങണം. അതിൽ താഴെയാണ് ഇപ്പോൾ വസ്തുവിൻ്റെ വില. അതുകൊണ്ട് രജിസ്ട്രേഷൻ നടപടികളും വസ്തു വ്യാപാരങ്ങളും ഒക്കെ പല ഭാഗങ്ങളിലും താറുമാറായി കിടക്കുകയാണ്. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. അതിനെല്ലാം തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഒരു കെട്ടിടം വെക്കണമെങ്കിൽ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരച്ച് 100,000 ഇരട്ടി ഫീസ് വർധന ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തുകളിലും ടൗൺ കോർപ്പറേഷനുകളിലെല്ലാം അതുപോലെ വർധന ഉണ്ടായിട്ടുണ്ട്. അതും കെട്ടിട നിർമ്മാണ മേഖലയെ ബാധിച്ചിട്ടുണ്ട്, ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ദോഷകരമായ ഒരു നിയമമാണ് അതെല്ലാം മാറ്റപ്പെടുന്നെങ്കിൽ മാത്രമേ കേരളത്തിന് പുരോഗതി ഉണ്ടാവൂ. വെളിച്ചെണ്ണയെ മായം ചേർത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി മദ്യം ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചതുകൊണ്ടൊക്കെ ഗവൺമെൻറ്റിൻ്റെ നേട്ടം ഉണ്ടാവും. സാധാരണക്കാരൻ നശിച്ചു പോകത്തേ ഉള്ളൂ. എത്രയോ ആളുകൾ, പണ്ഡിതന്മാരും കവികളും ഇവിടെ ലിവർ സിറോസിസ് വന്ന 50-40 വയസ്സുകളിൽ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ പേര് രോഗികളായി മാറിയിട്ടുണ്ട്. ഈ പറയുന്ന ബിവറേജോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഇതോ മയക്കുമരുന്ന് ഇതൊക്കെ ഈ കൂടുതൽ ആളുകളെ നാശത്തിലേക്ക് വഴിതെളിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിന് പണം കിട്ടും, ഗവൺമെൻറ്റിൻ്റെ ആ ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെൻറ്റിലൂടെ പല കാര്യങ്ങൾ നടത്താം. പക്ഷേ നമ്മുടെ സമൂഹം അസുഖക്കാരായി മാറുകയും കുടുംബങ്ങൾ നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും സാധാരണ ജനത്തിന് നേട്ടമുണ്ടാകും. നമ്മുടെ സാധാരണ ജനത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഗവൺമെൻറ് എന്തെങ്കിലും കൊണ്ടുവന്ന് ജനങ്ങൾക്ക് തൊഴിലും അവൻ്റെ അഭിവൃദ്ധി. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ വീട്ടമ്മമാർക്ക് 1000 രൂപ, അല്ലാത്തവർക്ക് ഫണ്ട്, കറണ്ട് വില കുറച്ച് കൊടുക്കുന്നത്. കേരളത്തിൽ എന്താ ചെയ്യുന്നത്? കേരളത്തിൽ റോഡ് സൈഡിൽ മൊത്തം ഈ RTO ക്യാമറ അല്ലാതെ ഇപ്പോൾ പോലീസുകാരുടെ ക്യാമറ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ജനത്തിനെ പരമാവധി പിഴിഞ്ഞ് ശ്വാസം മുട്ടിച്ച് അവരുടെ അവസാന നീര് വരെ എടുത്ത് ഇവിടെ വിനിയോഗിക്കാനാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇത് ജനം തിരിച്ചറിയും. എന്നായാലും തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഫലം കാണേണ്ട വരും. കള്ളവോട്ട് ചെയ്ത് കയറിയാലും വോട്ടർ പട്ടിക കൃത്രിമം ചെയ്ത് അധികാരത്തിൽ വന്നാലും എന്ത് നടത്തിയാലും അത് ഒരിക്കൽ ജനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഗുഡ് ബൈ.